5 പേപ്പറാണ് കെമിസ്ട്രിയുടെ എക്സാം എഴുതേണ്ടത്, തിയറി. 3 പേപ്പർ കഴിഞ്ഞപ്പോൾ 4ാമത്തെ പേപ്പർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അടുത്ത പേപ്പർ എഴുതേണ്ടത്. ഞാൻ അവിടെ നിന്നൊരു ടെലിഗ്രാം എൻ്റെ ഇല്ലത്തേക്ക് അച്ഛന് അയച്ചു. അതിന് പെട്ടെന്ന് റിപ്ലൈ ടെലിഗ്രാമായിട്ട് അയക്കണം, എന്താ വേണ്ടെന്നറിയില്ല, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെന്നൊരു തോന്നൽ. അതുകൊണ്ട് എക്സാം തൽക്കാലം ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത വർഷത്തേക്കത് മാറ്റി വെച്ചാലോ, എന്താ വേണ്ടേ? ഇതാണ് അങ്ങോട്ടുള്ള മെസ്സേജിൻ്റെ പൊരുൾ. അത് ടെലിഗ്രാം കിട്ടി, പിറ്റേന്ന് കിട്ടി. അപ്പം അച്ഛനത് വായിച്ചിട്ട് ഇങ്ങനെ എനിക്ക് കിട്ടിയത് യു ട്രൈ യുവർ ബെസ്റ്റ് എന്നുള്ളൊരു റിപ്ലൈ ആണ്. യു എക്സ്പെക്റ്റ് ദ ബെസ്റ്റ്, ഡോണ്ട് ക്യാൻസൽ ഇറ്റ്. ഏറ്റവും നല്ലത് പ്രതീക്ഷിക്കുക, എക്സാം വിടരുത്. ഇതിങ്ങനൊരു മെസ്സേജ് കിട്ടി. അത് ഭയങ്കര എനിക്ക് വലിയൊരു ഇതായിരുന്നത്. അച്ഛൻ്റെ എന്നെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ എന്താണെന്നുള്ളത് ക്ലിയറായി. അടുത്ത 2 പേപ്പർ ഞാൻ അസാമാന്യമായിട്ട് സ്കോർ ചെയ്തു. അപ്പോൾ ഒരു 3ാമത്തെ പേപ്പറിലാണ് എനിക്കൊരു പ്രശ്നം ഉണ്ടായത്. 1ഉം 2ഉം കുഴപ്പമില്ല, 3 പ്രശ്നമുണ്ടായി. 4ഉം 5ഉം അസാധ്യ സ്കോറും എനിക്ക് കിട്ടുകയുണ്ടായി. പക്ഷേ ഞങ്ങളൊക്കെ റീവയിൽ താമസിക്കുന്ന ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഞങ്ങളെല്ലാം മറന്നുപോയൊരു കാര്യമുണ്ടായിരുന്നു. റീവ എന്ന് പറയുന്ന വളരെ ഫേമസായ ഈ നാട്ടുരാജ്യത്തിൽ വന്നിട്ട് ഈ നാട്ടുരാജാവ്, ഈ റീവ മഹാരാജ്യത്തെ അല്ലെ രാജ്യത്തെ ഈ രാജാവ് താമസിക്കുന്ന പാലസ് ഒന്ന് കാണാതെ പോവുക, ആ ഏരിയ എവിടെയാണ് എങ്ങനെയാണെന്ന് അറിയുക, അവരുടെ ജീവിത രീതി എന്താണെന്നൊരു പഠിക്കുക. ഇതൊന്നും ചെയ്യാതെ നാട്ടിലേക്ക് എങ്ങനെ പോകണം? അത് പോകണ്ട. അതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 10-15 പേരുണ്ട്. ഈ ഗ്രൂപ്പ് എല്ലാം കൂടെ, പണ്ടത്തെ കാട്ടിപ്പോയ ഗ്രൂപ്പ്, ജോയി സാർ ഉൾപ്പെടെയുള്ള ആ ഗ്രൂപ്പ് എല്ലാം കൂടെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി പാലസ് കാണാൻ പോയി. ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ 1, 2, 3 ജോലിക്കാരുണ്ട് അവിടെ. ആരെങ്കിലും ചെല്ലുന്നവർക്ക് ഒരു പാസും കാര്യങ്ങളൊന്നുമില്ല, ഒരു പാസ് എടുത്തിട്ട് കാണണമെന്നോ അങ്ങനെയൊന്നുമില്ല. അവിടെ വരുന്നവരെ കൊണ്ടുപോയി കാണിക്കാനായിട്ട് ഒരു ഗൈഡായിട്ടും ജോലിക്കാരനായിട്ടും അല്ലെങ്കിൽ കാവൽക്കാരനായിട്ടും 1, 2, 3 പേര്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു തിരക്കുമില്ല അവിടെ ഇത് കാണാനായിട്ട്. അത് കണ്ടു കഴിഞ്ഞപ്പം ഇത് നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഇത്തിരിയൂടെ നന്നായിട്ട്, സ്വല്പം കൂടെ നന്നായിട്ട് പരിരക്ഷിക്കുമായിരുന്നല്ലോ എന്നൊരു തോന്നൽ മാത്രമേ എനിക്കുണ്ടായുള്ളൂ. പക്ഷേ ആ രാജാവിൻ്റെ ഒരു കരിഷ്മ, അതിൻ്റെ ഒരു ഹേലോ, അതിൻ്റെ ഒരു എന്താ പറയണ്ടത്, അത് മുഴുവൻ ആ അന്തരീക്ഷത്തിലുണ്ടെന്ന് നമുക്ക് തോന്നും. പിറ്റേന്ന് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരലും ഒരു ആഘോഷമാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നില്ല, ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി പോരുക എന്നുള്ള രീതിയിലേക്ക് മദ്രാസ് വരെ അങ്ങനെ തീരുമാനിച്ച് ഞങ്ങൾ ഇത് സത്ന സ്റ്റേഷനിൽ എത്തി. ജനറൽ കമ്പാർട്ട്മെൻറ്റ് GT വന്നു കഴിഞ്ഞപ്പോൾ GTയിൽ ഇടിച്ചു കയറി. GT എന്ന് പറയുന്നത് ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ്. അതിൽ ഈ ട്രെയിനിൽ രാജാവാണ് അയാൾ, മറ്റേ കൽക്കരി അല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സുഖം ആസ്വദിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ മദ്രാസിലെത്തുകയും അവിടെ വെച്ച് പല ട്രെയിനുകളിലായിട്ട് ഞങ്ങൾ കേരളത്തിലേക്ക് പോരുകയും. കാരണം ഈ തിരുവനന്തപുരം സൈഡിലേക്ക് പോകാനായിട്ട് വേറൊരു തരം ട്രെയിനുണ്ട്, വേറെ മധുര കൂടി നാഗർകോവിൽ കൂടി അവിടെ എത്താവുന്ന ഒരു ട്രെയിനുണ്ട്. അത് മീറ്റർ ഗേജാണ്. മീറ്റർ ഗേജിലും പോകുന്നത്, അവിടുന്ന് മീറ്റർ ഗേജായിട്ടാണ് പോരുന്നത്. അങ്ങനെ ചിലർ പോയി, ചില കൊല്ലത്തുള്ള ആളുകളൊക്കെ, ഞങ്ങൾ കോട്ടയം അങ്ങനെ ചില സ്ഥലങ്ങളിലേക്കുള്ള ആളുകൾ ഈ ചെന്നൈയിൽ നിന്ന് മദ്രാസ് മെയിൽ അല്ലെങ്കിൽ ചെന്നൈ ട്രിവാൻഡ്രം മെയിൽ അതിലേക്ക് കയറി ഞങ്ങൾ പോരുകയും ചെയ്തു. തിരിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് ഉത്തരവാദിത്വത്തിൻ്റെ ഒരു ഭീകരത എനിക്ക് മനസ്സിലായത്. കാരണം ജോലിയായിട്ടില്ല, എനിക്ക് ഭരണപരമായ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല, ഒന്നും എനിക്കറിയില്ല. ഞാൻ ഇതുവരെ മറ്റ് പ്രദേശങ്ങളിലായിരുന്നില്ല പഠിത്തം എന്ന് പറഞ്ഞുകൊണ്ട്. അച്ഛൻ മാത്രമേ ഉള്ളൂ. അനിയന്മാരുടെ വിദ്യാഭ്യാസം, അതിനിടയ്ക്ക് ഒരു സിസ്റ്ററിൻ്റെ മാരേജ് കഴിഞ്ഞു. അത് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ്, ശങ്കര കോളേജിൽ പഠിക്കുന്ന കാലത്താണ്. പിന്നെ ഒരു സിസ്റ്ററുണ്ട്, അനിയന്മാരുണ്ട്, അവരുടെ വിദ്യാഭ്യാസമുണ്ട്, സിസ്റ്ററിൻ്റെ വിദ്യാഭ്യാസമുണ്ട്. ആകെ പ്രശ്നമാണ്. കാരണം ഒരു ഇൻകം എന്ന് പറയുന്ന രീതിയിൽ ഈ പറഞ്ഞ പണ്ടത്തെ മാതിരി നാളികേരം, ഏതാണ്ട് കൃഷിയൊക്കെ അന്ന് നെൽകൃഷി നിന്ന കൂട്ടത്തിലാണ്. ഭീമമായ ചിലവ് അതിന് വരുന്നു. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. മാത്രമല്ല ഈ ഞങ്ങളുടെ തറവാടിനടുത്ത് ഒരു 2 കിലോമീറ്റർ അകലെ ഞങ്ങൾക്കൊരു 8-10 പറ നെല്ല് വിതയ്ക്കുന്ന കണ്ടങ്ങളുണ്ടായിരുന്നു, പാടങ്ങൾ.
നമ്മൾ പാട്ടത്തിന് കൊടുത്ത ആൾ അത് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പൂട്ടാൻ തുടങ്ങുകയും നില ഉഴാൻ തുടങ്ങുകയും അച്ഛൻ എന്നിട്ട് അയാളെ ബലമായിട്ട് പിടിച്ച് പാടത്തിറങ്ങി കയറ്റി വിടുകയും ചെയ്ത ഒരു ചരിത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആളുകളുടെ മുമ്പിൽ അച്ഛൻ ഭയങ്കര കുറ്റക്കാരനായി. കാരണം കൃഷിക്കാരന് കൃഷിഭൂമി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു തുടങ്ങിയൊരു ഘട്ടമാണത്. അപ്പോൾ അയാളെ കയറ്റി വിട്ടു. ഇനിയിപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്താ ഉണ്ടാവും, അയാൾ കൂടുതൽ ആളുകളുമായിട്ട് വന്ന് ബാക്കി ചെയ്യുമോ, ഇങ്ങനെയുള്ളൊരു സന്നിഗ്ധാവസ്ഥ ഉണ്ടായപ്പോൾ അച്ഛൻ വേറൊന്നും നോക്കിയില്ല. നമ്മുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന ഒരേ കാളയം കൊണ്ട് പോയി നേരിട്ട് അവിടെ ചെന്നങ്ങ് പൂട്ടാൻ തുടങ്ങി. പൂട്ടാനൊന്നും അറിയാൻ മനുഷ്യരിക്കും. പക്ഷേ നില ഉഴുതൂന്ന് നമ്മളങ്ങ് സ്ഥാപിച്ചെടുത്തു. ഈ 10 പറ കണ്ടം മുഴുവൻ ഉഴുതൂന്നല്ല പറയുന്നത്. അതിൻ്റെ ഓരോ കണ്ടവും ഒരു 2-3 ചാല് ഉഴുതു, അപ്പുറത്തെ കണ്ടവും അങ്ങനെ ഏതാണ്ട് അന്ന് ഒരു 4 മണി വരെ അവിടെ നിന്ന് ഇതങ്ങ് ചെയ്തു. ഒരുത്തിനും ഇറങ്ങി വന്നില്ല. അച്ഛനെ സത്യത്തിൽ പേടിയായിരുന്നു എല്ലാവർക്കും. കാരണം 6 അടി പൊക്കമുണ്ട് അച്ഛന്, അതനുസരിച്ചുള്ള തടിയും, അധികം സംസാരിക്കുകയില്ല, നല്ല ഒത്ത നീളമുള്ള കൈകൾ, ബാഹുക്കൾ, നല്ല ആരോഗ്യം. അപ്പോൾ ഇത് കാണിച്ച തൻ്റെ ഇടം ഉണ്ടായിട്ട് തന്നെയാണ് ആരും പിന്നെ വന്നില്ല. അങ്ങനെ ഞങ്ങൾ ആ ഭൂമി പിടിച്ചെടുക്കുകയും 1 വർഷം കൃഷി നടത്തിയതിന് ശേഷം അത് വിൽക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ പഠിത്തം കഴിഞ്ഞ് തിരികെ വരുന്നത്. ഈ വക കാര്യങ്ങളൊന്നും എന്നെ അറിയിച്ചിട്ടില്ല. ഞാൻ ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത്, നാട്ടിൽ വരുമ്പോഴാണ് അറിയുന്നത്. അത് അച്ഛൻ തന്നെ പറഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ കൂടെ അഡ്മിഷന് പോയ രാധാകൃഷ്ണൻ പഠിച്ച സ്ഥലത്ത് വേണമെങ്കിൽ എനിക്കും രാധാകൃഷ്ണനും PhD ചെയ്യാം. 3 വർഷമെങ്കിലും എടുക്കും അത്. ഞാനിനി PhDക്ക് പോയി കഴിഞ്ഞാൽ 3 വർഷം കൂടെ കഴിഞ്ഞിട്ടേ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ. 3 വർഷത്തേക്ക് എന്തെങ്കിലും അവിടുത്തെ ചിലവിനുള്ള കാശ് സ്റ്റൈപ്പൻ്റ് എന്നുള്ള രീതി കിട്ടുമായിരിക്കും. ഞാൻ രാധാകൃഷ്ണനോട് എന്താ പറയേണ്ട അച്ഛാ? അച്ഛൻ ആലോചിച്ചിട്ട് പറഞ്ഞു, നീ ഇനി ഇവിടെ നിൽക്കുക വേണ്ടതെന്നാണ് എൻ്റെ മനസ്സിൽ. ഈ അനിയന്മാരൊക്കെ ഇല്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവണ്ടേ അവർ? ഇനിയിപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് ജോലി കിട്ടാമല്ലോ, പിന്നെ എന്തിനാണ് ഈ ഡോക്ടറേറ്റ് PhDക്കൊക്കെ പോണേ? അതുകൊണ്ട് എന്താ കൂടുതലൊരു മെച്ചം? അച്ഛൻ ചോദിച്ചത് ശരിയായിരുന്നു. ഒരു PhDക്കാരൻ, ഞാൻ ഇനി ടീച്ചിങ് പ്രൊഫഷന് തന്നെയാണ് പോകുന്നതെങ്കിൽ, എൻ്റെ ഒരു ആഗ്രഹം ആയിരുന്നു അത്, അങ്ങനെയാണ് പോകുന്നതെങ്കിൽ PhD ഉണ്ടായിരുന്നതുകൊണ്ട് യാതൊരു മെച്ചമില്ല. അന്നത്തെ കാലത്ത് ഇതൊരു 70-ന് മുമ്പുള്ള ജസ്റ്റുള്ള ഒരു കാലഘട്ടം എന്ന് ഓർക്കണം. ആ ഘട്ടത്തിൽ MSc ഉണ്ടെങ്കിൽ മതി. MSc സെക്കൻഡ് ക്ലാസ് എങ്കിലും, തേർഡ് ക്ലാസ് ആവരുത്. തേർഡ് ക്ലാസ് ആയാലും കിട്ടും, പക്ഷേ ജൂനിയർ ലെക്ചറർ എന്നുള്ളൊരു പോസ്റ്റേ കിട്ടുള്ളൂ. സീനിയർ ലെക്ചറർ, പിന്നീട് പ്രൊമോഷൻ വഴി പ്രൊഫസർ, അങ്ങനെ ആ രീതിയിലാകണമെങ്കിൽ തീർച്ചയായിട്ടും സെക്കൻഡ് ക്ലാസ് ഓർ മോർ ദാൻ ദാറ്റ്, ഇതാണ് വേണ്ടത്. അപ്പോൾ ഒരു പരീക്ഷ അല്പം മോശമാണെങ്കിലും പിന്നെ എല്ലാം നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്നല്ലേ നീ പറഞ്ഞ്, നല്ല മാർക്ക് കിട്ടാതിരിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ അത് വല്ലതും ആലോചിച്ചാൽ പോരെ, അതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും പ്രായമായിട്ട് വരികയാണ്, പറ്റുകയില്ല എല്ലാം കൂടെ. അത് സമ്മതിച്ചു. ഞാൻ രാധാകൃഷ്ണനോട് പറഞ്ഞു, രാധാകൃഷ്ണൻ പോയിക്കോളൂ, എനിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടുന്ന് മാറാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനിവിടെ നിൽക്കട്ടെ, ജോലിക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യട്ടെ. രാധാകൃഷ്ണൻ റിസർച്ചാണെങ്കിൽ റിസർച്ചിന് പോയിക്കോളൂ. രാധാകൃഷ്ണൻ എന്നെപ്പോലെ തന്നെ മൂത്ത ആളാണ്, 2-3 അനിയന്മാരുണ്ട്. പക്ഷേ അച്ഛനും അമ്മയും ജോലിക്കാരാണ്. രാധാകൃഷ്ണൻ്റെ അച്ഛൻ പെൻഷൻ പറ്റി, അമ്മ ജോലിക്കാരിയാണ് ഇപ്പോഴും. അപ്പോൾ ഒരു റെഗുലർ ഇൻകം വീട്ടിലേക്കുണ്ട്. രാധാകൃഷ്ണൻ്റെ കാശ് വേണ്ട അനിയന്മാരെ പഠിപ്പിക്കാൻ, രാധാകൃഷ്ണൻ കൊണ്ട് അങ്ങനെ പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ പറഞ്ഞ് പിരിയുകയും ഞാൻ കോളേജുകളിലെല്ലാം എൻ്റെ ഈ പ്രീ ഡിഗ്രി അതുപോലെ MScക്ക് ക്വാളിഫൈ എക്സാമിനേഷന് എഴുതിയിരിക്കുകയാണ്. ഫസ്റ്റ് ഇയറിന് ഇത്ര മാർക്കാണ് കിട്ടിയത്. ഫസ്റ്റ് ഇയറിന് ഫസ്റ്റ് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം എനിക്കൊരിക്കലും ഈ എക്സാമിനേഷൻ വരുമ്പം മാത്രം എനിക്ക് മാർക്കില്ല. അതുവരെ ക്ലാസ്സിലൊക്കെ ഓക്കെ, എല്ലാം ഓക്കെ, എന്ത് ചോദ്യം ചോദിച്ചാലും അത്യാവശ്യമൊക്കെ പറയും. പക്ഷേ എക്സാം വന്നു കഴിയുമ്പോൾ നമുക്ക് മാർക്ക് കിട്ടുകയില്ല. അപ്പോൾ നമ്മൾ ഉള്ളിലുള്ളത് ഈ പേപ്പറിൽ എഴുതി ഫലിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ എന്ന് വരെ ഞാൻ ശങ്കിച്ചിട്ടുണ്ട്. എവിടെയോ ഒരു പെശക്, ഒരു നക്ഷത്രം മാറി കിടക്കുന്നു എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ഫസ്റ്റ് ഇയർ പോസിറ്റീവാണ്. അപ്പം അച്ഛൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ വേറൊന്നും ആലോചിച്ചില്ല. എൻ്റെ ഫസ്റ്റ് ഇയർ മാർക്ക് ഇതാണ്, സെക്കൻഡ് ഇയർ ഇത് കൂടി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കൺസിഡർ വെൻ എവർ ആൻ അപ്പോയിൻമെൻറ്റ് കംസ്. എപ്പോഴെങ്കിലും ഒരു അപ്പോയിൻറ്റ് വരികയാണെങ്കിൽ ഒന്ന് പരിഗണിക്കണം എന്ന് വിട്ടു.
അത്ഭുതമെന്നേ പറയണ്ടൂ. എനിക്കൊരു 5-6 സ്ഥലത്തുനിന്ന് ഇൻ്റർവ്യൂ കാർഡ് വന്നിട്ടുണ്ട്, ഇൻറ്റിമേഷൻ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോയിൻ്റ് ചെയ്തു എന്നല്ല, നിങ്ങളുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും മനസ്സിലായി, ഈ സബ്ജക്റ്റ് ആയതുകൊണ്ട്, കെമിസ്ട്രി ആയതുകൊണ്ട്. ഇനിയിപ്പോൾ അന്ന് ആ കാലത്ത് ചില സ്ഥലങ്ങൾ കൂടുതൽ കോളേജുകൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ദേവമാതാ കോളേജ് കുറവിലങ്ങാട്ടെ, ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ്, ഇങ്ങനെ ഒത്തിരി കോളേജുകൾ ആ കാലത്ത് തുടങ്ങിയിട്ടുണ്ട് പുതിയതായിട്ട്. പഴയ കോളേജിലും റിട്ടയർ ചെയ്ത ആളുകളുടെ വേക്കൻസി വരുന്നുണ്ട്. ഇതൊക്കെ വന്നതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ഉള്ളൊരു അന്തരീക്ഷമായിട്ട് എനിക്കും തോന്നി. ഇല്ലെങ്കിൽ ഇത്രയധികം കോളേജിൽ നിന്ന് നമുക്കൊരു ഇൻറ്റിമേഷൻ കിട്ടേണ്ട കാര്യമില്ല. ദേവമാതാ കോളേജിൽ നിന്ന്, ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന്, CMS കോളേജിൽ നിന്ന്, അതുപോലെ സെൻറ്റ് തോമസ് കോളേജിൽ നിന്ന് വന്നില്ല, മറ്റേ SB കോളേജിൽ നിന്ന്, മറ്റേ MG കോളേജ് തിരുവനന്തപുരം, അതുപോലെ കണ്ണൂരിൽ നിന്ന് കോളേജ്. ഞാനൊക്കെ പ്രീ ഡിഗ്രിക്ക് വായിച്ച പുസ്തകം എഴുതിയ ആളാണ് A.O. തോമസ് ആൻഡ് P.K. മാണി സാർ എന്ന് പറയുന്ന പാലായിലുള്ള ആളാണ്. സെൻറ്റ് തോമസിലെ ഹെഡായിരുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് കെമിസ്ട്രിയുടെ. A.O. തോമസ് അവിടുത്തെ കണ്ണൂരെ യൂണിവേഴ്സിറ്റിയിലല്ല SN കോളേജ് കണ്ണൂർ. ഇവിടുന്ന് എല്ലായിടത്തും കാർഡ് വന്നു കഴിഞ്ഞപ്പോൾ ആകെ പ്രശ്നമായി. പല മാമ്പഴം കണ്ട കാക്കയുടെ കൂട്. എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സീനിയർ ലെക്ചറുടെ പോസ്റ്റാണ് കിട്ടുന്നത്. നല്ല ആ സമയത്ത് ആ വിദ്യാഭ്യാസത്തിന് ആ പ്രായത്തിൽ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു ജോബ്, അഭികാമ്യമായ ജോബ്, ആഗ്രഹിക്കുന്നൊരു ജോബ്. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, ഇങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത്, പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ടോ? അപ്പോൾ അച്ഛന് ഞാൻ അവിടെ തന്നെ നിൽക്കണം എന്നുള്ള ആഗ്രഹമാണ്. എനിക്കറിയാം, കാരണം നീ പോവല്ല നല്ലത്, ഇവിടെ വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു സാമീപ്യം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായി. എങ്കിൽ കൂടി എൻ്റെ ഉള്ളിൽ തിരുവനന്തപുരം പോലെയുള്ള ഒരു സ്ഥലത്ത് പോയി പഠിപ്പിക്കണം, അവിടെ നിൽക്കണം. കാരണം അവിടെ IAS-നും IPS-നും അങ്ങനെയുള്ള എക്സാമിനേഷൻ കോച്ചിങ് ഉണ്ട്. അപ്പോൾ ഏതായാലും PhD പറ്റിയല്ല, അത് വേണ്ട. അപ്പോൾ ജോലി എന്ന് പറഞ്ഞ് ട്രിവാൻഡ്രത്ത് താമസിച്ച് ഇതിനേതെങ്കിലും കോച്ചിങ്ങിന് പോവുക. പിന്നീട് അപ്പോഴത്തേക്കും സ്വപ്നം അങ്ങ് മാറി. നമ്മൾ ആദ്യം ഈ സ്റ്റെതസ്കോപ്പ് കഴുത്തേലിട്ട ഡോക്ടറുടെ സ്വപ്നം കണ്ടു നടന്നു, എൻജിനീയറുടെ സ്വപ്നം കണ്ടു നടന്നു, അതുപോലെ അധ്യാപകനായിട്ട് സ്വപ്നം കണ്ടു നടന്നു. ഇപ്പോൾ സ്വപ്നം ഡിസ്ട്രിക്റ്റ് കളക്ടറാണ്. മോശമല്ല. പിന്നെ ഇപ്പം 2-3 സ്ഥലമാണ് പിന്നെ സെലക്ഷൻ ഉള്ളത്. ഒന്ന് ഉഴവൂർ, കുറവിലങ്ങാട്, പിന്നെ CMS. അപ്പോൾ CMS-ൽ നിന്ന് എനിക്ക് അവിടെ പീറ്റർ സാർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഹെഡ്. പുള്ളി പുസ്തകമൊക്കെ എഴുതിയ ആളാണ്, കെമിസ്ട്രിയുടെ. കുറച്ച് പ്രായമുള്ള ആളുകളാണ്. പുള്ളി എവിടുന്നോ മഹാരാജ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് CMS-കാർ അവിടെ കൊണ്ട് നിർത്തിയതാണ്. MSc അനലിറ്റിക്കൽ കെമിസ്ട്രിയൊക്കെ അവിടെ തുടങ്ങിയ ഒരു കാലത്ത്. അതിൻ്റെ കാര്യത്തിൽ അദ്ദേഹമാണ് ഹെഡ്. അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് എനിക്ക് വന്നു. എൻ്റെ അഡ്രസ്സ് വെച്ച്, ഞാൻ കൊടുത്ത ആപ്ലിക്കേഷൻ അഡ്രസ്സ് വെച്ച്, നമ്പൂരിക്ക് ഈ ഇത് സെക്കൻഡ് ഇയറിലെ എക്സാമിനേഷൻ നന്നായിട്ട് സ്കോർ ചെയ്യുമെന്ന് ഹോപ്പുണ്ടെങ്കിൽ എന്താ ഇവിടെ വന്നാൽ ഇവിടെ MSc ക്ലാസ്സൊക്കെ എടുക്കാം. അതെനിക്ക് ഒരു വലിയൊരു പ്രചോദനമായിപ്പോയി. കാരണം ഞാൻ കൊടുത്ത അപേക്ഷ അംഗീകരിക്കുക, അതിന് ഈ മറ്റുള്ള ഫോർമാലിറ്റീസൊക്കെ വെട്ടിച്ചിട്ട് എന്നെ താല്പര്യപൂർവ്വം വിളിക്കുന്ന ഒരാൾ. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്, കെമിസ്ട്രി പുസ്തകം വായിച്ചിട്ടുണ്ട്. അതുപോലെ പ്രാക്ടിക്കലിൻ്റെ ഗൈഡൊക്കെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. CMS കോളേജിൽ ചെന്നു, സാറിനെ കണ്ടു, പീറ്റർ സാറിനെ കണ്ടു. ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് സാറേ സ്ഥിതി, അപ്പോൾ നമ്പൂരിക്ക് ക്ലാസ് എടുക്കാവോ? അപ്പോൾ ആ സമയത്ത് ആയപ്പോഴത്തേക്കും ഈ അലഹബാദ്, റീവ, പിന്നെ മറ്റ് വാരണാസി, മറ്റ് യാത്രകൾ, ആഗ്ര, അവിടെ ഇവിടെയൊക്കെ പോയി സ്ഥലം കാണാനൊക്കെ പോയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഈ യാത്രയും വർത്തിത്വവും, മറ്റേ എന്നെക്കാളും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന, ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾ റീവയിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് ഭാഷ വലിയ പ്രശ്നമില്ല. അത്യാവശ്യം ഹിന്ദിയും സംസാരിക്കാം. ഇത്
മാർക്കറ്റിൽ ചെന്ന് സാധനങ്ങൾ മേടിക്കാനോ കടയിൽ ചെന്ന സാധനങ്ങൾ മേടിക്കാനോ ഹിന്ദി അറിയാം. അപ്പോൾ വളരെ പോസിറ്റീവാണ്. മലയാളമുണ്ട്, ഹിന്ദിയുണ്ട്, ഇംഗ്ലീഷുണ്ട് കയ്യിൽ. അപ്പം ഇംഗ്ലീഷ് തന്നെ സാറിന് പറയും, ഓക്കെ സാർ, ഐ വിൽ ട്രൈ. അപ്പോൾ സാറിന് ഇഷ്ടമായി. അപ്പോൾ ഇയാൾ അത്യാവശ്യമൊക്കെ പറയുമല്ലോ, മണവണ ഇംഗ്ലീഷ് അല്ലല്ലോ, തോന്നിയിരിക്കണം. ഏതായാലും ഞാൻ പ്രിൻസിപ്പലുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഇവിടെ ഇരിക്കൂ, ഞാൻ വരാം. അപ്പോൾ ഈ പീറ്റർ സാർ വന്നിട്ട് ചിരിച്ചോണ്ടാ വന്ന്, നമ്പൂരി കൺഗ്രാജുലേഷൻസ്, യു ആർ സെലക്റ്റഡ്. അപ്പോൾ ധൈര്യം ഉണ്ടെങ്കിൽ വന്നോളൂ. ധൈര്യം എന്ന് പറഞ്ഞാൽ സാർ ഉദ്ദേശിക്കുന്നത് പഠിപ്പിക്കാൻ ധൈര്യമല്ല, മറ്റേ സെക്കൻഡ് ഇയർ ഫ്ലോപ്പ് ആവുകയില്ല എന്ന് ധൈര്യം ഉണ്ടെങ്കിൽ യു കം ആൻഡ് ജോയിൻ വാർത്ത. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ നിവൃത്തിയില്ല. കാരണം മറ്റൊരു കോളേജിൽ നിന്നും, എൻ്റെ നാട്ടിലെ കോളേജിൽ നിന്നും, നാട്ടിലെയാണ് രണ്ടും, ദേവമാതയും ഉഴവൂരും, അവർ കാണിക്കാത്ത ശുഷ്കാന്തി എന്നെ അങ്ങോട്ട് പിടിച്ചെടുക്കാൻ ഈ പീറ്റർ സാറ് കാണിച്ച, CMS കാണിച്ച ആ ഒരു സൗഹൃദം, അത് വലിയൊരു പിടിവള്ളിയായിരുന്നു എനിക്ക്. ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് നേരെ വന്ന് അച്ഛനോട് വിവരമൊക്കെ പറഞ്ഞ്, പീറ്റർ സാറ് കുഴപ്പമില്ല, ജോയിൻ ചെയ്തല്ലോ, മാർക്കൊക്കെ കിട്ടുമല്ലോ, ഏതായാലും ഫസ്റ്റ് ക്ലാസ് ഉണ്ടല്ലോ ആദ്യത്തെ വർഷം, ഇനിയിപ്പോൾ തീരെ മോശമായാലും സെക്കൻഡ് ക്ലാസ്സെങ്കിലും കിട്ടുമല്ലോ, കുഴപ്പമില്ല. അത് പക്ഷേ ഈ മറ്റേ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഇനി ഒപ്പിടാനായിട്ട് ഈ ക്വാളിഫിക്കേഷൻ അക്വയർ ചെയ്തിട്ടേ പാടുള്ളൂ കേട്ടോ. ഇവിടെ വന്നോട് നമ്പൂരി ക്ലാസ് എടുത്താൽ തിരക്കേടില്ല. കാരണം ഒരാളുടെ കുറവുണ്ട്. അതുകൊണ്ട് പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കൊക്കെ ചില ക്ലാസ്സിൽ പോകണം. ഇനി താല്പര്യമാണെങ്കിൽ MSc ഞാൻ വിടാം. അപ്പോൾ എനിക്കിഷ്ടമായിരുന്നു. കാരണം നമ്മൾ പഠിച്ച് മറക്കാത്തൊരു കാര്യം, MSc പഠിച്ചത് അതും നമ്മൾ പഠിപ്പിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ മറന്നു പോകും, ടച്ചില്ലെങ്കിൽ പോകും. അപ്പോൾ അത് ആ ക്ലാസ്സിലേക്ക് ഞാൻ നിന്നെ കയറ്റിവിടാം, നിനക്ക് താല്പര്യമെങ്കിൽ എന്ന് പറയുമ്പം, ഇതുപോലൊരു വലിയൊരു പ്രൊഫസർ പറയുമ്പോൾ എനിക്ക് താല്പര്യമാണ്, MSc ക്ലാസ് എടുക്കാൻ താല്പര്യമുണ്ട്. സാർ 1, 2, 3 അവർ ഒരു ദിവസം അല്ല ഒരു ആഴ്ചയിൽ വെച്ചുള്ളൂ, പിന്നെ BScക്കോ ഒക്കെ ഞാൻ ക്ലാസ് എടുത്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ CMS ജോയിൻ ചെയ്യുന്നു. YMCAയിലൊരു മുറി സംഘടിപ്പിക്കുന്നു, കോട്ടയം ടൗണിൻ്റെ നടുക്ക്. ഇപ്പോഴും ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ YMCA, അവിടെ ഒരു മുറി. അവിടെ ഒരു 5-6 മാസം പഠിപ്പിച്ചതിനിടയ്ക്ക് ഞാൻ പ്രീ ഡിഗ്രി ക്ലാസ് എടുത്തിട്ടുണ്ട്, ഡിഗ്രിക്ക് MScക്കും ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പിൽക്കാലത്ത് ഒരു അധ്യാപനത്തിൽ ഏറ്റവും സഹായിച്ചത് അവിടുത്തെ ചില ടീച്ചേഴ്സാണ്. അതിലെനിക്ക് മറക്കാൻ പറ്റാവുന്ന ഒരു 2 പേര്, ഒന്ന് TT തോമസ് സാർ, ഈ പീറ്റർ സാർ ഒഴികെ. പീറ്റർ സാർ MScക്കൊന്നും പോയി ക്ലാസ് എടുക്കുന്നില്ല, വയ്യ, ക്ഷീണം. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്, പ്രത്യേകിച്ച് ലബോറട്ടറി, അതിൻ്റെ കാര്യങ്ങളാണ് അദ്ദേഹം. TT തോമസ് സാറിൻ്റെ ക്ലാസ്, അത് പലപ്പോഴും ക്ലാസ്സിന് വെളിയിൽ സമയമുള്ളപ്പോൾ ക്ലാസ്സിന് വെളിയിൽ പോയി ഞാൻ ഓവർ ഹിയർ ചെയ്തിട്ടുണ്ട്. ഞാനത് ആസ്വദിച്ചിട്ടുണ്ടെന്നർത്ഥം. അതായത് ഞാൻ പഠിച്ച പല സംഭവങ്ങളും എന്നെ എൻ്റെ ടീച്ചേഴ്സ് പഠിപ്പിച്ച രീതിയിലല്ല TT തോമസ് സാറിൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നതിലെ ഒരു പ്രത്യേകത, അതിൻ്റെ ഒരു ഭംഗി, അത് കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ മറക്കാനൊക്കെയുള്ളത്. അത് ഓരോ ഫോമുലയും കാര്യങ്ങളും ആ ഫോമുല ഇങ്ങനെ ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ച് ബോർഡിൽ ഇങ്ങനെ എഴുതുമ്പോൾ അത് വളരെ വിശദമായിട്ട്, വളരെ സ്ലോ പേസിൽ, സ്പീഡൊന്നുമില്ല, മനസ്സിലാക്കാൻ പാകത്തിന് MScക്കാർക്ക് ക്ലാസ് എടുക്കുന്നത് ഞാൻ ഒളിച്ചു നിന്ന് കേട്ടിട്ടുണ്ട് പല പ്രാവശ്യം. അതുപോലെ ശിവദാസ് സാറിൻ്റെ ക്ലാസ്. ശിവദാസ് സാറ് ഈ നാട്ടുകാരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കാരി, കോട്ടയത്താണ് അദ്ദേഹം താമസിക്കുന്നത്, വിവാഹം ചെയ്തിരിക്കുന്ന കണക്കാരി എന്ന് എൻ്റെ കൂടെ പഠിപ്പിച്ചിരുന്ന സാറാണ്, വളരെ സീനിയറാണ് അവർ. അദ്ദേഹത്തിൻ്റെ ക്ലാസ്, അത് ഒരു കവിത പാട്ട് പാടുന്ന പോലെ, ഒരു പ്രത്യേക നമ്മളോട് സംസാരിക്കുന്ന പോലെയാണ്. വണ്ടമങ് വി പീപ്പിൾ എന്നുള്ള രീതിയിലാണ്, അല്ലാണ്ട് ഒരു പ്രത്യേക സ്റ്റൈലോ ഒന്നുമില്ല. പക്ഷേ അതെല്ലാം ആസ്വാദ്യമാണ്, നമുക്കതങ്ങ് മനസ്സിൽ കയറിയും കൊളുത്തും അദ്ദേഹത്തിൻ്റെ ക്ലാസ്. പിന്നെയും പലരും നല്ല ക്ലാസ്സിലുള്ള ആളുകളുണ്ട്. ഒരു PC വർഗീസ്, ഫിസിക്കൽ കെമിസ്ട്രി എടുത്തിരുന്ന PC വർഗീസ്, ഞാനൊരു 5 കൊല്ലം മുമ്പ് കാണുമ്പോൾ, ഞാൻ അന്ന് 70കളിൽ അല്ലെങ്കിൽ 71, 72 വർഷങ്ങളിൽ കണ്ട PC വർഗീസ് തന്നെ അന്നും ഈ 5 വർഷം മുമ്പ് ഞാൻ കാണുമ്പോഴും ഒരിക്കലും പ്രായം തോന്നുകയില്ലാത്തൊരു മനുഷ്യൻ. എന്താ, ഒരു ചിരഞ്ജീവിയാണെന്ന് തോന്നും, അശ്വത്ഥാമാവിനെ പോലെ, ഹനുമാനെ പോലെ ചിരഞ്ജീവിയാണോ ഇദ്ദേഹം എന്ന് നമുക്ക് തോന്നിപ്പോകുന്നർത്ഥം. അതുപോലെ ഒരൊറ്റ മുടി നരച്ചിട്ടില്ല, അത് കളറൊന്നും കയറ്റിയിട്ടല്ല, ഒരു ചുളിവ് മുഖത്തില്ല. ഒരു ഡ്രസ്സിൻ്റെ ഒരു കോഡാണെങ്കിലും അന്നത്തെ രീതിയിലുള്ള ഡ്രസ്സ്, നല്ല പാൻസ്, നല്ല അന്തസ്സുള്ള ഡ്രസ്സ്, ഒരു ജാടയൊന്നുമില്ല. അങ്ങനെയുള്ള ഇങ്ങനെ പ്രത്യേക ടിപ്പിക്കലായിട്ട് കുറേ ആളുകളുണ്ട്. ഒന്നാമത്തെ നല്ല ടീച്ചറാണ് അദ്ദേഹം. പിന്നെ മോളിക്കുട്ടിയുണ്ട്, ജേക്കബ് സാറ്, ഇങ്ങനെ പലരും ഉണ്ട് അവിടെ. ഒരു ചാക്കോ സാറ്, മാനേജറുടെ മകൻ, ക്ലാസ്സിലൊന്നും വരികയില്ല, അധ്യാപകനാണ്, ഒരു ക്ലാസ്സിലും ഒന്നും കണ്ടിട്ടില്ല.
ശമ്പളം മേടിക്കും പോവും, അങ്ങനെ ഉള്ള ആൾ. ടി തോമസ് സാറ്, പിന്നെ ജോൺ സാറ് ഫിസിക്കൽ കെമിസ്ട്രിയൊക്കെ ഇവരെ അതൊരു വലിയ അന്തരീക്ഷമായിരുന്നു. അവിടെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സാറുമാരുമായിട്ടും നമുക്ക് നല്ല ബന്ധമാണ്. നമ്മൾ ഈ അലഹബാദിലെ വാസവും അതുപോലെ റീവയിലെ ഈ ഗെറ്റ് ടുഗദറും ചില അലഹബാദിലേക്ക് പിന്നീട് വീണ്ടും ഇടയ്ക്കിടയ്ക്കുള്ള യാത്ര, ഓണക്കാലത്ത് അവിടെ ഓണാഘോഷം ചടങ്ങുകളിൽ പങ്കെടുക്കൽ, അങ്ങനെ കുറേശ്ശെ പാടാനൊക്കെ എനിക്കും ഒരു ഇഷ്ടം വന്നു, പാടി തുടങ്ങി, അങ്ങനെ ഒരു ധൈര്യം വന്നു എന്നർത്ഥം. അപ്പോൾ ചെറിയ തോതിൽ മൂളിപ്പാട്ടും അതും ഇതൊക്കെ പാടും. ഇപ്പോൾ ഹിന്ദി പാട്ട് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ കാശ്മീർ കലിയിലെ പാട്ട് പാടും എന്നൊക്കെ അറിഞ്ഞ ഒരു ഹിന്ദിയൊക്കെ അറിയാവുന്ന ഒരാൾ ഹിന്ദി പാട്ട് പാടുന്ന ഒരു സാറ് വന്നിട്ടുണ്ടോയെന്നൊക്കെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചിലർ പരസ്പരം അടക്കം പറയുകയും കുട്ടികൾ അടക്കം പറയുകയും ഈ സാറുമാർ നമ്മുടെ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് വരികയും പരസ്പരം പരിചയപ്പെടുകയും ഞാനവിടെ പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒരു കൊഹിഷൻ, ഒരു ഒന്നിച്ചുചേരൽ ഉണ്ടായി എനിക്ക്. അത് വലിയ അനുഗ്രഹമായിരുന്നു. അപ്പോൾ അവിടെ ഒരു നാടകം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ നാടകം ഏത് വേണമെന്നൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്പൂരിയും കൂടെ വരൂ എന്ന് വേറെ ചില സാറന്മാർ, ഒരു ഡാനിയൽ സാറുണ്ട്. ഞാനിതൊക്കെ എൻ്റെ ഈ ഓർമ്മയൊക്കെ പോയെന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പം തന്നെത്താനെ ഈ ഓർമ്മകൾ ഇങ്ങനെ മുളച്ച് വരിക. ഡാനിയൽ സാറ് ബോട്ടണിയാണ്. അദ്ദേഹത്തിന് അഭിനയത്തിൻ്റെ ഒരു ഭ്രമം കൂടുതലുണ്ട്, അഭിനയം അധികം ഇല്ലെങ്കിലും. പിന്നെ അവിടെ പഠിക്കാൻ വന്ന പ്രേംപ്രകാശുണ്ട്. പ്രേംപ്രകാശ് അവിടെ ഫൈനൽ ഇയർ MA-ക്കാണോ BA-ക്കാണോ എന്ന് എനിക്കറിയാൻ മേല. കാരണം നല്ല പ്രായമുള്ള ആളാണ് അന്നും. ഇന്ന് അദ്ദേഹത്തിന് അത്രയും പ്രായം തോന്നുന്നില്ലെന്ന് തോന്നുന്നു. ഏതായാലും പ്രേംപ്രകാശുണ്ട്. പ്രേംപ്രകാശ് അഭിനയത്തിൻ്റെ ഒരാളാണല്ലോ, അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് വന്നയാളാണ്. ജോസ് പ്രകാശ് സാറിൻ്റെയൊക്കെ കൂടെ ഉള്ള അത് അനിയനും ഒക്കെ അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രേംപ്രകാശിനെയൊക്കെ ഞാനിങ്ങനെ വലിയ ആരാധനയോടെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. ഇയാൾ പ്രേംപ്രകാശാണ്. ജോസ് പ്രകാശ് എന്ന് പറയുന്ന നടനെ അറിയില്ല, പിന്നെ അറിയും അദ്ദേഹത്തിൻ്റെ ഇളയ അനിയനാണ് എന്നൊക്കെ പറയുമ്പോൾ വലിയ ആരാധനയോടെ പ്രേംപ്രകാശിനെയൊക്കെ ഞാൻ ഇങ്ങനെ നോക്കും. അപ്പോൾ ഈ പ്രേംപ്രകാശിനെയും ഡാനിയൽ സാറിനെയൊക്കെ ഇട്ട് ഒരു നാടകം ചെയ്യാൻ തീരുമാനിക്കുകയും അന്ന് തിളയ്ക്കാത്ത കടൽ എന്ന് പറയുന്ന നാടകം, പ്രിൻ്റഡ് ബുക്കാണ് കാലടി ഗോപിയുടെ, അത് സെലക്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ഈ ഞാനും ഒരു വേഷം അഭിനയിച്ചു. ഈ ഡാനിയൽ സാറും പ്രേംപ്രകാശ് ഹീറോ. അങ്ങനെ ബാക്കി ഈ പെണ്ണുങ്ങളുടെ വേഷം പെണ്ണുങ്ങളല്ല ആണുങ്ങൾ വേഷം കെട്ടി ചെയ്യുന്ന ഒരു രീതി. ഒരു പെണ്ണോ ഒരു ക്യാരക്ടറേറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആ നാടകത്തിൻ്റെ. അതിൽ അഭിനയിക്കുകയൊക്കെ ഉണ്ടായി. അതുപോലെ ക്ലാസ്സും വലിയ കുഴപ്പമില്ല എന്നൊരു അഭിപ്രായം വന്നു. ഇയാളുടെ വർത്തമാനം പോലെ തന്നെ ക്ലാസ്സും ഒരു ആളുകൾക്ക് ആസ്വാദ്യകരമാണ് കുട്ടികൾക്ക്. കാരണം പ്രീ ഡിഗ്രിക്ക് പഠിപ്പിക്കുമ്പോൾ നമ്മൾ മലയാളം കൂടെ മിക്സ് ചെയ്ത് വേണം പറയാൻ. കാരണം മലയാളം സ്കൂളിൽ നിന്നും ഇംഗ്ലീഷ് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഇംഗ്ലീഷിൽ അത്ര പോരാ. പലരും ഇംഗ്ലീഷ് തന്നെ അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് മലയാളം കൂടെ കൂട്ടിക്കലർത്തി ഒരു മംഗ്ലീഷ് എന്നുള്ള രീതിയിൽ ക്ലാസ് എടുക്കുന്ന ഒരു രീതി അവിടെ. ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രേഡ് ഒന്ന് മാറ്റാം, ഇംഗ്ലീഷ് മതി. പിന്നെ MSc ആകുമ്പോൾ നമ്മളൊന്നും നോക്കാനില്ല, വച്ച് കാഴ്ച, അതേ ഉള്ളൂ. അപ്പോൾ തരക്കേടില്ലാതെ പഠിപ്പിക്കുന്നൊരു സാറെന്നുള്ള പേര് അവിടെ വെച്ചുണ്ടായി. ഇന്നിപ്പോൾ ആനയെ ലോറിയിലൊക്കെയാണ് കൊണ്ടുപോവുക, അന്ന് നടന്നു തന്നെയാണ്. തൃശ്ശൂരോ പാലക്കാട്ടോ എവിടെയാണെങ്കിലും, തൃശ്ശൂരൊക്കെ ആണെങ്കിൽ 4 ദിവസം നടന്നാണ് ആന തൃശ്ശൂരെത്തുക. പാലക്കാട്ടാണെങ്കിൽ പിന്നെ 2 ദിവസം എടുക്കും. ഇത് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴും ഇങ്ങനെ തന്നെ. അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കാൻ ഒരാൾ വേണം.